നിംസ് മെഡിസിറ്റിക്കൊപ്പം സ്ഥലം MLA CK ഹരീന്ദ്രനും മറ്റ് സന്നദ്ധ സംഘടനകളും കൈകോർത്താണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരിയിൽ ടെലി മെഡിസിൻ കേന്ദ്രം ഒരുക്കിയത്. നബാർഡ്, കെയർ ഇന്ത്യ ഹെൽത്ത് കെയർ, സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ എന്നിവയും പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട്. പിന്നാക്ക മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുകയാണ് ലക്ഷ്യം. യാത്രാ സൗകര്യം പരിമിതമായ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. CK ഹരീന്ദ്രൻ MLAയുടെ താൽപര്യമാണ് അമ്പൂരിയിലേക്ക് ടെലിമെഡിസിൻ സൗകര്യമൊരുക്കാൻ നിംസ് രംഗത്തിറങ്ങിയത്. ഞാൻ സ്കൂളിൽ ഓർമ്മ വെച്ച നാട് മൂലയെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട CK. ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോ ഘട്ടത്തിലും നാടിൻ്റെ വികസനത്തെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് എപ്പോഴും സംഘടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ അഭിലാഷം, ജീവിതത്തിൻ്റെ ചിന്തകൾ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും സ്വന്തം ഹെൽത്ത്, എൻ്റെ ജീവൻ, എൻ്റെ കുടുംബം, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം എപ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ടോ ആ സമയത്തൊക്കെ പറയുന്നത്, ഫൈസൽ ആ സ്ഥലം കേട്ടിട്ടുണ്ടോ, അവിടെ ആ പാലത്തിൻ്റെ പുരോഗമനം ആയിക്കഴിഞ്ഞു, അടുത്ത മാസം ടാറിംഗ് ആണ്, മന്ത്രി അടുത്ത ആഴ്ച വരും, ഇതിൻ്റെ ഈ ഭാഗത്തുള്ള ഈ കടവിൽ കൂടി ഇനി ഈ ബോട്ട് യാത്ര വേണ്ട, വള്ളത്തിൽ കൂടെ പോണ്ട, അവർക്ക് വിശാലമായ പാലം തുറന്നിടുകയാണ്. അങ്ങനെ ഓരോ വികസന പ്രവർത്തനങ്ങളിൽ കൂടി ജീവിക്കുന്നൊരു വ്യക്തിത്വം. അദ്ദേഹം ജീവിക്കുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് ഇപ്പോഴത്തെ 140 MLAമാരും പഠിക്കേണ്ട ഒരു വ്യക്തിത്വം. നബാർഡ്, കെയർ ഇന്ത്യ ഹെൽത്ത് കെയർ എന്നിവ പദ്ധതിക്ക് വേണ്ട സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള മറ്റ് സഹായങ്ങൾ എത്തിച്ചു. നബാർഡ് അവരുടെ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാമാണ് TDF വിവ എന്ന് പറയുന്ന ഞങ്ങളുടെ ഓർഗനൈസേഷന് അനുവദിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അത് കാർഷികതയും ലൈവ്ലിവുഡും സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ് അതിൻ്റെ ഭാഗം. ആ ഭാഗമായി തന്നെ ആ പ്രദേശത്തെ ആരോഗ്യപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പുതിയ കാഴ്ചപ്പാടിനെക്കുറിച്ച് ഉള്ള ചർച്ചാവേളയിലാണ് ശരിക്കും ടെലിമെഡിസിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഞങ്ങൾ തന്നെ മുന്നോട്ട് വെച്ചത്. We are providing this necessary software to connect the general physician and the patients from here to the specialist doctors in NIMS Medicity. It's like an app, so it's basically a software-based service. So it is built in an app, mobile app, which can be operated in a mobile phone or even in the desktop also. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TK നായർ നേതൃത്വം നൽകുന്ന സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷൻ ആദിവാസി മേഖലയിൽ നടപ്പാക്കുന്ന ആദ്യ പദ്ധതി കൂടിയാണ് അമ്പൂരിയിലെ ടെലിമെഡിസിൻ. അമ്പൂരി ഉൾപ്പെടുന്ന പ്രദേശത്തെ സമഗ്ര വികസനമാണ് MLA ലക്ഷ്യമിടുന്നത്. ഇതിനായി റോഡുകളും പാലങ്ങളുമെല്ലാം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. പാലം നിർമ്മാണം മാത്രമല്ല, ഈ പാലവുമായി അനുബന്ധമുള്ള 2 റോഡുകളെയും BMBC നിലവാരത്തിലേക്ക് നിർമ്മിച്ച് പൂർത്തിയാക്കുകയാണ്. അമ്പൂരി കുരിശുമലയും കുന്നത്തുമലയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. ടെലിമെഡിസിൻ ക്ലിനിക്ക് എന്നിപ്പോൾ അവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു. നബാർഡുമായി ചേർന്ന് കാർഷിക മേഖലയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ. പിന്നെ വനാവകാശ നിയമപ്രകാരമുള്ള വനവാസികൾക്കുള്ള പട്ടയത്തിനു പകരം കൈവശരേഖ കൊടുക്കാനേ നിയമമുള്ളൂ. ആ കൈവശരേഖ 50 പേർക്ക് കൊടുത്തു. അതോടുകൂടി പൂർണ്ണമായും വനാവകാശ നിയമപ്രകാരം വനവാസികൾക്ക് പൂർണ്ണമായും കൈവശരേഖ ഇനി 5 കൂടെ കൊടുത്താൽ അത് പൂർത്തിയാവും. പിന്നെ ഒരു സബ് സെൻറ്റർ അലോപ്പതി ട്രീറ്റ്മെൻറ്റിന് വനം ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി തന്ന 10 സെൻറ്റ് ഭൂമിയിൽ ഒരു സബ് സെൻറ്റർ പണിത് പൂർത്തിയാക്കി കൊടുക്കുകയാണ്. 24 തിരുവനന്തപുരം.